അവളുടെ രാവുകൾ. താമരയിതൾ കണ്ണുകളാൽ അവൾ നോക്കുമ്പോൾ ആരും മയങ്ങി വീഴുമായിരുന്നു. ലിപ്സ്റ്റിക് ഇട്ട സിറ്റിയിലെ മോഡൽസിനേക്കാൾ നല്ല വടിവത്തഴകായിരുന്നു അവളുടെ മേനിക്ക്. ചുവന്ന അധരങ്ങൾ അയാളുടെ തോളിലേക്ക് അമർത്തുമ്പോൾ അയാൾ അറിഞ്ഞില്ല ഒരു യക്ഷിയാണ് അടുത്ത് നിൽക്കുന്നതെന്ന്. അവളുടെ ചുമ്മനത്തിൽ മതിമറന്നു നിന്ന് അയാൾ മരിച്ചു വീണപ്പോൾ അവൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു. കാടും നാടും വിറങ്ങലിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ചോരയൂറ്റു മതിയായി എന്ന് സ്വയം മനസ്സിൽ പറഞ്ഞ് ഒരു നേർത്ത പുൻചിരിയോടെ ആ പാലമരത്തിലേക്ക് അവൾ ചേക്കേറും. കാലങ്ങൾ കഴിഞ്ഞു. മുഖ്യമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു രാത്രി. ഒറ്റൊരുത്തനെയും കാണുന്നില്ലല്ലോ. നിൽപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി. നശിക്കാനായിട്ടൊരു കൊറോണയിൽ ലോക്ക്ഡൌൺ. ഒറ്റ മനുഷ്യനും പുറത്തിറങ്ങുന്നില്ല. വിഷമത്തോടെ തിരികെ പാലയിലേക്ക് മടങ്ങാൻ തുടങ്ങി അവരുടെ കണ്ണുകൾ എന്തോ കണ്ട് തിളങ്ങി. ലോക്ക്ഡൌൺ ആയിട്ട് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു അയാൾ. ഹാവു, ഒരുത്തം വരുന്നുണ്ട്. കൊറോണ ഉള്ളവനായാലും വേണ്ടില്ല, അവന്റെ രക്തം കുടിക്കണം. കുറച്ച് ദിവസമായി രക്തം കുടിക്കാത്തതുകൊണ്ടൊക്കെ കൈയൊക്കെ നല്ലപോലെ വറക്കുന്നുണ്ട്. സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് കള്ളു കിട്ടാതെ വരുമ്പോഴുള്ള ഒരുതരം വിറയിൽ. അടുത്തു വന്ന ഒരു സുന്ദരിപ്പണിനെ കണ്ട് ആദ്യമൊന്ന് പേടിച്ചെങ്കിലും അവളുടെ സംസാരം കേട്ടപ്പോൾ അയാൾക്ക് തന്നെ തോന്നി ഇത് യക്ഷിയും മണ്ണാങ്കട്ടയൊന്നും അല്ലെന്ന്. അളീതനൊരു നിരീശ്വരവാദിയെ ഞാനെന്തിനാ ഇതിനൊക്കെ പേടിക്കുന്നത്? ചേട്ടാ, എനിക്ക് വീട്ടിലേക്കുള്ള വഴി തെറ്റി, ഒന്ന് പറഞ്ഞു തരാമോ? പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? രാത്രിയിൽ വഴി തെറ്റി വരുന്ന സഹോദരിമാരെ സഹായിക്കാനല്ലേ ഞാനീ ലോക്ക്ഡൌൺ കാലത്തും കറങ്ങി നടക്കുന്നത്. താങ്ക്സ് ചേട്ടാ. ബൈ ലോക്ക്ഡൌൺ ആയിട്ട് കുട്ടി എങ്ങനെ ഇവിടെ വന്നു? അത് പറയാം ചേട്ടാ. നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. എവിടെ നിന്നും മടുത്തു. അയാൾ അവിടെ അടുത്തേക്ക് ചേർന്ന് നടന്നു. അല്ല, കുട്ടി എന്താ ഈ വെള്ള സാരി ഉടുത്തിരിക്കുന്നത്? പണ്ട് കഥകളിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ യക്ഷികളാ ഈ നിറത്തിലെ സാരി ഉടുക്കുന്നതെന്ന്. അപ്പോൾ ഹോസ്പിറ്റലിലെ നേഴ്സുമാരെല്ലാം യക്ഷികളാണോ? അല്ല, അതൊക്കെ ചില ബൂർഷ സംവിധായകരെ സിനിമയിൽ വെള്ളസാരി കൊത്തിക്കേറ്റി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ? പിന്നെ തീർച്ചയായിട്ടും യക്ഷി സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് സാധാരണ ചിരിയാ വരുന്നത്. ചേട്ടൻ്റെ ചിരിയൊക്കെ ഇത്തിരി കഴിയുമ്പോൾ മാറും. എന്താ പറഞ്ഞ്? അല്ല, ചേട്ടനെ പോലെ തന്നെയാണ് എനിക്കും ചിരിയാണ് വരുന്നതെന്ന്. നല്ല മഴ വരുന്നുണ്ട്, കുടിക്ക് തണുക്കുന്നില്ലേ? എന്തേ, തണുപ്പ് മാറ്റി തരുമോ? മനസ്സിൽ എടുപൊട്ടിയതുപോലെ അയാളുടെ മുഖം വികസിച്ചു. അത് പിന്നെ ഒന്നുമില്ല ചേട്ടാ, ആരും അറിയില്ല. ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച കാരണം ഒരു മനുഷ്യനും വരില്ല. അവൾ അകലെയുള്ള ഒരു ബിൽഡിംഗ് അയാളെ ചൂണ്ടിക്കാണിച്ചു. അവിടെയാണ് എൻ്റെ താമസം. അത് വേശ്യാലയല്ലേ? അയാൾ എടുത്ത വായിക്ക് ചോദിച്ചു. അവൾ അതേ നിർത്തി തലകുലുക്കി. അപ്പൊ ചുമ്മാതല്ല, പാതിരാത്രി അവിടെ കറങ്ങി തിരിഞ്ഞ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആരും വരുന്നില്ല ചേട്ടാ. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഭക്ഷണം വാങ്ങാൻ പോലും കാശില്ല. ചേട്ടനൊരു 500 രൂപ മാത്രം തന്നാൽ മതി. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ല നീയൊക്കെ പട്ടിണിയാണെന്ന് മരിക്കുന്ന. അവളൊന്നും ഇണ്ടാ തലകുനിച്ച് അവിടെ നിൽക്കുന്നുണ്ടപ്പോൾ അയാൾ പതി അവിടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. നിനക്ക് ഭക്ഷണത്തിന് വേണ്ടി ആയതുകൊണ്ടാ, എനിക്ക് ആവശ്യമുണ്ടായിട്ടൊന്നല്ല. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? 500 തരാൻ പറ്റൂല. അവൾ പതിയെ അയാളുടെ പുറകിലെത്തി ചേർന്ന് നിന്ന് അവളുടെ കൈ അവൻ്റെ വയറിലൂടെ വരിഞ്ഞു മുറുക്കി കൂർത്ത നഖങ്ങൾ വയറിലേക്ക് ആഴ്ത്തി. രക്തം പൊടിയുന്ന വേദന അവൻ അറിയുന്നുണ്ട്. പതിയെ അവൾ അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലേക്ക് അമർത്താൻ പോയപ്പോഴാണ് പണ്ടെപ്പോഴും അമ്മച്ചി അവന് ഇട്ടുകൊടുത്തൊരു കൊന്ത കഴുത്തിൽ കിടക്കുന്ന അവൾ കണ്ടത്. അവനത് വിശ്വാസം കൊണ്ട് എടുത്ത് അണിഞ്ഞതല്ല, അമ്മച്ചിയുടെ നിർബന്ധം കാരണം ഇട്ടതാണ്. കൂട്ടത്തിൽ ഫ്രീക്കനാണെന്ന് തോന്നുകയും ചെയ്യും. പെട്ടെന്ന് അവൾ അയാളിൽ നിന്ന് അടർന്നു മാറി. അവൻ തിരിഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ തീച്ചുവാല പോലെ തിളങ്ങി. അയ്യോ, അയാൾ ബോധം കെട്ട് നിലത്ത് വീണു. മുഖത്ത് വെള്ളം വീണ് കണ്ണുകൾ തുറന്നപ്പോൾ വീട്ടിലെ സിറ്റ് ഔട്ടിൽ അമ്മച്ചി മൊന്തയും പിടിച്ച് അരികിൽ നിൽപ്പുണ്ട്. കൂടെ 2-3 പോലീസുകാർ. ലോക്ക്ഡൌൺ ആയിട്ട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ ഒറ്റയാണ് കേക്കില്ല. ഇനി നിന്നെ ആ പരിസരത്ത് കാണരുത്. എടാ, അയ്യോ ഇല്ലേ എന്ന് മനസ്സിൽ പറയാൻ ചുറ്റിലും നോക്കി. പോലീസുകാരെന്തൊക്കെയോ പിറുവിറുത്തോണ്ട് പുറത്തേക്ക് പോയി. നേരം പുലർന്നു. അയാൾ കണ്ണു തുടച്ചു. ഉടുപ്പുയർത്തി സ്വന്തം വയറിലേക്ക് നോക്കി. വയറ്റിൽ ചോര പിടിഞ്ഞ വിരൽപ്പാടുകൾ. അപ്പൊ ഇന്നലെ നടന്ന സംഭവം നേരായിരുന്നല്ലേ? അല്ല, പോലീസുകാരോട് ചോദിച്ചാലോ ഈ പ്രേതത്തെ പിടിച്ച് ജയിലിടാൻ വല്ല വകുപ്പുണ്ടോന്ന്? അല്ലേ വേണ്ട, അവന്മാരെന്നെ പിടിച്ച് അകത്താക്കും. ഇന്നലെ ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങിയതിന്. എന്തായാലും അതോടെ നിരീശ്വരവാദം ഉപേക്ഷിക്കുമെന്ന് അയാൾ മനസ്സുകൊണ്ട് ശപഥം ചെയ്തു. അല്ല, എന്നാലും ഞാനിങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ കൊന്തയുടെ ശക്തി വല്ലതും കാണോ? തലക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ട്, ശരീരം മുഴുക്കിയ വേദനയും. പൊരക്കകത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഓരോ കുരുത്തിക്കേട് ഒപ്പിച്ച് വരും. അതും പറഞ്ഞ അമ്മച്ചി തന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അവൻ ചോദിച്ചു, അമ്മച്ചി മരുന്ന് വല്ല ഇരിപ്പുണ്ടോ?
ദേഹത്തൊക്കെ നല്ല വേദന. ആ ചിരി വേദനിക്കട്ടെ, എന്നാൽ നീ പഠിക്കൂ. അവൻ മേലെ കണ്ണുകളടച്ച് ആ സുന്ദരിയായ സ്ത്രീയുടെ രൂപം മനസ്സിലേക്ക് വന്നതും അയ്യോ എന്ന് ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു. എഴുന്നേറ്റ് പോടാന്ന് അമ്മച്ചിയും. ഓരോ യക്ഷി വരുത്തുന്ന പുലിവാലേ.